കെ.പി.സി.സി പുനഃസംഘടനയിൽ വ്യക്തമായ നിലപാട് വേണമെന്ന നേതാക്കൾ. ചർച്ചകൾ അനാവശ്യമായി നീട്ടിക്കൊണ്ടു പോകരുതെന്നും കെ.പി.സി.സി രാഷ്ട്രീയകാര്യ സമിതിയിൽ നേതാക്കൾ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ചർച്ച ഇപ്പോൾ പാടില്ല എന്നും തർക്കം തെറ്റായ സന്ദേശം നൽകുമെന്നും പി.ജെ. കുര്യൻ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഐക്യത്തോടെ നീങ്ങണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. പി.വി. അൻവറിന്റെ യു.ഡി.എഫ് പ്രവേശനത്തിൽ കൂട്ടായ തീരുമാനം വേണമെന്നും ആവശ്യം. കെ.പി.സി.സി രാഷ്ട്രീയകാര്യ സമിതി യോഗം പുരോഗമിക്കുകയാണ്. സർക്കാർ അനുമതി തുടങ്ങിയ വിഷയങ്ങൾ രാഷ്ട്രീയകാര്യ സമിതി ചർച്ച ചെയ്യും. കെ.ആർ. സാജുണ്ട് വിവരങ്ങൾ പങ്കുവെക്കാനായി. കെ.ആർ. സാജു, വിശദാംശം. അജി, മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടുള്ള കരിനീക്കങ്ങൾ കോൺഗ്രസിൽ നേതാക്കൾക്കിടയിൽ നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇതിനെയാണ് രാഷ്ട്രീയകാര്യ സമിതിയിൽ ഇപ്പോൾ കുറ്റപ്പെടുത്തലുണ്ടായിരിക്കുന്നത്. മുതിർന്ന നേതാവായ പി.ജെ. കുര്യനാണ് ആദ്യം ഇതിനെതിരെ രംഗത്ത് വന്നത്. ഇത്തരം ചർച്ചകൾ യാതൊരു തരത്തിലും പാർട്ടിക്ക് ഗുണം ചെയ്യില്ല. തെറ്റായ സന്ദേശം അണികൾക്കും ജനങ്ങൾക്കുമൊക്കെ വോട്ടർമാർക്കുമൊക്കെ നൽകുന്നതിന് മാത്രമേ ഇതിടയാക്കിയുള്ളൂ. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിനായുള്ള കൂട്ടായ പ്രവർത്തനമാണ് നടത്തേണ്ടത് എന്ന രീതിയിലായിരുന്നു പി.ജെ. കുര്യന്റെ പരാമർശങ്ങൾ. ഇത് പിന്നീട് സംസാരിച്ച നേതാക്കൾ ഏറ്റുപിടിക്കുകയും യോജിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്ന നിലയിലുള്ള പൊതുവികാരമായി കെ.പി.സി.സി രാഷ്ട്രീയകാര്യ സമിതിയിൽ അത് രൂപം കൊള്ളുകയായിരുന്നു. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായി. ഇതിനകത്ത് പുനഃസംഘടനയെ സംബന്ധിച്ച് വളരെ വ്യക്തമായ നിലപാട് വേണം. ബ്ലോക്ക് തലം മുതൽ മുകളിലേക്കുള്ള പുനഃസംഘടനയിൽ കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം മുന്നോട്ട് പോകാൻ എന്നാണ് പറഞ്ഞത്. ഇത്തരം ചർച്ചകളൊന്നും അനാവശ്യമായി നീട്ടിക്കൊണ്ടു പോകരുത്. പുനഃസംഘടനയുടേത് അത് വേഗത്തിൽ പൂർത്തീകരിക്കണം, ഇല്ലെങ്കിൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്ന മുന്നറിയിപ്പും ചില നേതാക്കൾ നൽകി. മറ്റൊന്ന് പി.വി. അൻവറിന്റെ യു.ഡി.എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇതിൽ കൂട്ടായ തീരുമാനമാണ് വേണ്ടത്. മുന്നണിയിലും പാർട്ടിക്കുള്ളിലുമൊക്കെ ഒരു കൂട്ടായ പൊതുവായ തീരുമാനം എടുത്തു കൊണ്ട് മുന്നോട്ട് പോകുകയാണ് വേണ്ടത് എന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ആരെങ്കിലും പ്രവേശനത്തെ എതിർക്കുകയോ ഇതുവരെയും സംസാരിച്ചവരിൽ എതിർക്കുകയോ അല്ലെങ്കിൽ അനുകൂലിക്കുകയോ ഒന്നും ചെയ്തുകൊണ്ട് സംസാരിച്ചില്ല. തീരുമാനം എന്താണെങ്കിലും അതിലൊരു കൂട്ടായ നിലപാടെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന തരത്തിലാണ് പി.വി. അൻവറിന്റെ യു.ഡി.എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഉണ്ടായ അഭിപ്രായ പ്രകടനം. അജി.